ഇവിടെ ഈ പറയുന്ന മല എലിയെ പ്രസവിച്ച പോലെ ആയി എന്നാണ് ആശമാരുടെ കാര്യത്തിൽ മുൻ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന്റെ ഫേസ്ബുക്ക് പ്രതികരണം. താങ്കളും അതിനെ കുറച്ച് സമയം പരിഹസിക്കുന്നുണ്ട്, 21,000 കാര്യം പറഞ്ഞ്. ശ്രീ ജയരാജ്, ഇവിടെ അവർ ഈ പറഞ്ഞ മഴയത്തും വെയിലത്തും എന്താണ് സഹനത്തിന്റെ പരമാവധിയിൽ 10-120 സമരം നടത്തി. സി പി എമ്മിന്റെ നേതാക്കൾ അപഹസിക്കുകയായിരുന്നു, എളമരങ്കിരി അടക്കമുള്ളവർ അവഹേളിക്കുകയായിരുന്നു ആ സമരത്തെ. 1000 രൂപ 1000 കുട്ടിത്ത എന്ന് പറഞ്ഞ കെഞ്ചി പറഞ്ഞതിനോട് കേൾക്കാതിരുന്നു, പുറങ്കാലടിച്ചു. അതിൻ്റെ കൂടി തിക്തഫലമാണ് അനുഭവിച്ചത്. അപ്പം 3000 രൂപ ഇപ്പം 3000 രൂപ ഒരു തുക വർധനമല്ല എന്ന് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ഒരു സന്ദേശം അവിടെ കൊടുത്തു. അത് നിങ്ങൾക്ക് കൂടി പാഠമാവേണ്ട സന്ദേശമാണ് ശ്രീ ജയരാജ്. അതിൻ്റെ പൊളിറ്റിക്കൽ സാധനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള മേടിച്ചെടുക്കാനുള്ള സമരം, കേന്ദ്രത്തിനെതിരെ കേന്ദ്രമന്ത്രിമാരടക്കം സമരപ്പന്തലിൽ ചെല്ലുകയോ അവർക്ക് കുടവിതരണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ അവിടെ ചെന്ന് അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുമ്പോൾ അവർക്കെതിരെ ഒരു അക്ഷരം പോലും പറയാതെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് മുന്നണിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം അവർക്കത് കൂട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശ്ലാഘനീയമായ 3000 രൂപ കൂട്ടിക്കൊടുത്തതിനെ ഞാൻ പുച്ഛിക്കുന്നൊന്നുമില്ല. അത് ആദ്യമേ തന്നെ, അതായത് ഏറ്റവും ആദ്യമേ മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനം എന്നുള്ള രീതിയിൽ കൊടുത്തതെന്ന് വളരെ നല്ല കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വന്ദേ മാതരമൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടാണ്. അതെല്ലാവർക്കും, എനിക്കും അറിയാം, ഹാഷ്മിക്കും അറിയാം, ജിൻഡോയ്ക്കും അത് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? അതൊരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ടാണ്. കാരണം അത് ആനന്ദമഠം എഴുതിയ കാലം തൊട്ട്, അത് ബംഗാൾ വിഭജന കാലത്ത് ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാധനങ്ങൾ വന്നത്, എവിടെയാണ് അത് ദുർഗാസ്തവമായത്, എങ്ങനെയാണ് അത് നമ്മുടെ സെക്യുലറായിട്ടുള്ള ഒരു സമൂഹത്തിൽ എന്തെല്ലാം പോറലുകൾ ഉണ്ടാക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരൊന്നുമല്ല. അത് നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഒരു ജാതിവാൽ ഉപയോഗിക്കുകയും ജാതിവാൽ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. ജാതിവാല ആഡ് ചെയ്യുന്നതിനും ജാതിവാല ഉപേക്ഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഇത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതൊരു തഴമ്പാണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്, ബുദ്ധിപരമായ നീക്കമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്കല്ല സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഒരു ബാലൻസിങ് ആക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അക്രോബാറ്റിക് ആക്ടായിട്ട് നമുക്കതിനെയൊക്കെ വായിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പറയാം, കാരണം സവർക്കറിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വണങ്ങിക്കൊണ്ട് ഒരു വിളക്ക് കത്തിക്കാവുന്ന ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. അതവിടെ നിൽക്കട്ടെ, അത് പാസ്റ്റാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയിൽ നിന്ന് കുറച്ചുകൂടി സെക്യുലറായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. പക്ഷേ അതൊരു ദോഷകതൃക്കാക്കി അതൊരു വലിയ ഇഷ്യൂ ആക്കി അവതരിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ പറയുമ്പോൾ ആരാണ് ഇവരൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നതെന്നും ആരാണ് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയതെന്നും ഏതൊക്കെ മണ്ഡലങ്ങളിലും അല്ലാതെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആൻറ്റി ഇൻകംബൻസി കൊണ്ടല്ല പരാജയപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഇവിടെ 102 സീറ്റിൽ അധികാരത്തിൽ വന്നതെന്നുള്ളത് ഏത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് ഇരുട്ടാക്കുകയാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം കൊണ്ടോ കണ്ടോ ആശാസമരം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് പോയെന്ന് വളരെ വ്യക്തമായിട്ട് ജനവിധിയുടെ കരണത്തടി താഴെ പോയവരാണ് നിങ്ങൾ. 35 സീറ്റ് എന്ന പരിതാപനാവസ്ഥയിലേക്ക് ചുരുങ്ങാനുള്ള കാരണം എന്താണ്? അതിനെ വിനയത്തോട് സമീപിക്കണ്ടേ? അതിന് ഏതെങ്കിലും വർഗീയ ശക്തികളുടെ വിജയം ഒന്നും പറഞ്ഞു കളയല്ലേ? സർക്കാരിനെ ജനം അടുത്തു, വെറുത്തു. ആ വെറുപ്പിനെ വോട്ടിലൂടെ താഴെ ഇറക്കി. വിനയത്തോടു കൂടി തന്നെയാണ്. അതിനെ അധിക്ഷേപിക്കരുത്. വോട്ട് ചെയ്തവരൊക്കെ വർഗീയവാദികളാണ്. ഒരു പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വിജയമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതൊരു പീപ്പിൾ മാൻഡേറ്റാണ്. അത് തിരുത്തുകയും തിരുത്തപ്പെടുകയും ചെയ്യും. ഇന്ന് അധികാരത്തിൽ വരുന്നവർ നാളെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. അതിനകത്തൊക്കെ മാറ്റങ്ങളുണ്ടാവും. എല്ലാ കാലവും ഇങ്ങനെ തുടരത്തൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നല്ലേ. എന്നാലും പറഞ്ഞില്ല, എല്ലാവർക്കും ഉള്ള പാഠമാണ്. ജനത്തെ വെറുപ്പിച്ചാൽ ജനം കാലവാരി താഴെയടിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 35 സീറ്റ്. അതെല്ലാവർക്കും ബാധകമാണ്. ഇനി ടീം ഈ പറഞ്ഞ വി ഡി സതീശൻ സർക്കാർ 5 വർഷം കൊണ്ട് ജനങ്ങളെ അതുപോലെ വെറുപ്പിക്കുകയാണെങ്കിൽ 35ലും കാലവാരി താഴെ അടിക്കുന്നേ. ജനാധിപത്യം ഈസ് വലിയ വിസ്മയം. വീടി പറയുന്നത് താങ്കളുടെ മറുപടി എൻ്റെ വായിൽ തിരികെ കയറ്റാതിരിക്കൂ. താങ്കളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വായിൽ തിരികെ കയറ്റായിരിക്കും. എനിക്ക് സംസാരിക്കാനുള്ള സമയത്ത് അവസരം തരൂ, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾക്ക് വായിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വായിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് രാഷ്ട്രീയ വിജയമല്ല ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിജയമായിട്ടൊന്നും നമ്മൾ അവസാന വാക്കായിട്ടൊന്നും എഴുതിത്തള്ളണ്ട. എന്തെല്ലാം മാറ്റങ്ങൾ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട്
പണ്ട് കെ കരുണാകരൻ്റെ കാലത്ത് ഐ ഗ്രൂപ്പ് മന്ത്രിമാർ പ്രത്യേക യോഗം കൂടുന്നതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറേ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം മന്ത്രിമാരുണ്ടാവും, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഗ്രൂപ്പ് യോഗങ്ങളുണ്ടാവും. ഇനി കേരളം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാണുമ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.